ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഏത് പ്രായത്തിലുള്ള നരച്ച മുടിയും പെട്ടെന്ന് തന്നെ കട്ട കറുപ്പാക്കി മാറ്റുന്ന ഒരു ഹെയർ ഡേയുടെ വീഡിയോ ആണ് കേട്ടോ. ഇത് തയ്യാറാക്കി എടുക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ്. ഒരു വിധത്തിലുള്ള സൈഡ് ഇഫക്റ്റും നമ്മുടെ മുടിക്ക് ഉണ്ടാവില്ല. മാത്രമല്ല നമ്മുടെ മുടി നല്ല ഉള്ളോട് കൂടി വളരുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഈ ഒരു ഡൈയുടെ സാധനങ്ങൾ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് കേടാവാണ്ട് നമുക്ക് ഉപയോഗിക്കാനും കഴിയും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ഹെയർ ഡേ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്നത്തെ ഹെയർ ഡേ തയ്യാറാക്കിയെടുക്കുന്നത് കരിഞ്ജീരകം വെച്ചിട്ടാണ്. ഇതാണ് കേട്ടോ കരിഞ്ജീരകം. എല്ലാ ഷോപ്പിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഏകദേശം നമ്മുടെ ജീരകത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചൂടായി വരുമ്പോഴേക്ക് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. കരിഞ്ജീരകം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ താരൻ ഒഴിവാക്കാനും മുടി നല്ല കരുത്തോടു കൂടി വളരാനുമൊക്കെ കരിഞ്ജീരകം സഹായിക്കും. ഇതൊക്കെ ഒന്ന് പൊട്ടി ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്, എന്നാൽ നല്ലതുപോലെ വറുത്ത് കിട്ടുകയും വേണം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. രണ്ടും നല്ലതുപോലെ വറുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കയ്യിലെടുത്തത് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടും. അതാണ് അതിൻ്റെ പരുവം കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുത്ത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലൊന്നും വെള്ളത്തിൻ്റെ നനവുണ്ടാവാൻ പാടില്ല കേട്ടോ. എത്രയും ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാമോ ആ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒട്ടും തന്നെ തരികൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അരിച്ച് എടുക്കുന്നത്. ഇനി ഈ ഒരു പൗഡർ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇത് കേടാകാതെ ഉപയോഗിക്കാം. ഇനി നമ്മുടെ ഡൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ചിലർക്കൊക്കെ ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീർവീക്കമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ പനിക്കൂർക്കയുടെ ഇല എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ്. അതും 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ചിലർക്കെങ്കിലും ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി ഡ്രൈ ആവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ ചെമ്പരത്തിയുടെ ഇല നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ ഡൈ അപ്ലൈ ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് ഷാമ്പൂ വാഷ് ഇട്ടിട്ട് മുടി കഴുകിയെടുക്കേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിൽ ഓൾറെഡി ചെമ്പരത്തിയുടെ ഇല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ നീര് മാത്രം മതി കേട്ടോ നമുക്ക് ഡൈ തയ്യാറാക്കിയെടുക്കാനായിട്ട്. നമ്മളിത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലുള്ള ചണ്ടിയൊക്കെ നമ്മുടെ മുടിയിലായിട്ട് പിന്നെ അത് കഴുകി വൃത്തിയാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ എന്താ നമ്മുടെ ഡൈക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡൈ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ്. അതിലേക്ക് നമ്മുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് ഹെന്ന ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. നല്ല ബ്രാൻഡിൻ്റെ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡേറ്റ് കഴിയാത്തത് വേണം കേട്ടോ എടുക്കാൻ വേണ്ടി. ഹെന്ന മാത്രം ഉപയോഗിച്ച് നമ്മൾ മുടി ഡൈ ചെയ്യുമ്പോൾ വെളുത്ത മുടിയെല്ലാം ചെമ്പൻ കളറിലാവുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിപ്പം തയ്യാറാക്കി എടുത്തിരിക്കുന്ന ആ ഒരു ഡൈയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ കരിഞ്ജീരകത്തിൻ്റെ പൊടിയുണ്ടല്ലോ, അത് ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 പൗഡറും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പനിക്കൂർക്കയുടെയും ചെമ്പരത്തിയുടെയും നീര് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഒരുമിച്ചൊഴിച്ച് മിക്സ് ചെയ്തെടുക്കരുത്. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒട്ടും തന്നെ കട്ടകൾ ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഡൈ തയ്യാറാക്കി വെക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ഡൈയുടെ കളർ വന്നിട്ട് ബ്രൗൺ കളറാണ്. ഒരു രാത്രി കഴിയുമ്പം ഇത് നല്ല പോലെ കറുത്ത് കിട്ടും. അതിനുശേഷമാണ് കേട്ടോ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഡൈ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണമെഴുക്ക് മുടിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം കണ്ടില്ലേ, രാത്രി മുഴുവൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡൈ നല്ലതുപോലെ കറുത്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കെമിക്കൽ ഡൈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒറ്റ യൂസ് കൊണ്ട് ഈ ഒരു ഡൈയുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഈ ഒരു ഡൈ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ വെളുത്ത മുടികളൊക്കെ കറുത്തു തുടങ്ങുന്ന സമയത്ത് മാസത്തിൽ 1 പ്രാവശ്യം എന്ന രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കരിഞ്ജീരകത്തിൻ്റെയും തേയിലയുടെയും ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ പൊടി വെച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഹെയർ ഡൈ കൂടി തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്നൊക്കെ നമുക്ക് പുറത്തേക്ക് പോകണം, ഒരു ഡൈ ഒക്കെ തയ്യാറാക്കി എടുക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു കരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ആവശ്യത്തിന് എടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നരച്ച മുടിയുടെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
നെറ്റിയുടെയൊക്കെ സൈഡിൽ ചെറുതായിട്ട് നരയൊക്കെ തുടങ്ങിയിട്ടുള്ളവർ ഞാൻ ആദ്യം കാണിച്ച ഹെയർ ഡൈ അപ്ലൈ ചെയ്യണമെന്നില്ല. ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം സാധാരണ പോലെ കോമ്പ് ഉപയോഗിച്ച് മുടി ചീകി കെട്ടി നമ്മൾ ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം മുടി വാഷ് ചെയ്തെടുത്താൽ മതി. നല്ല എഫക്റ്റീവായിട്ടുള്ള ഹെയർ ഡൈ ആണ് കേട്ടോ. 1% പോലും സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തതും എന്നാൽ നമ്മുടെ മുടി പെട്ടെന്ന് കറുപ്പിക്കുന്നതുമായിട്ടുള്ള ഈ ഒരു ഡൈയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. വീണ്ടും അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.